ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഗ്രൂപ്പ് ഡിസിഷൻ മേക്കിംഗ്. Group decision making is a teamwork involve multiple individuals that analyze various issues and situations and consider how to solve them. അതായത് ഒരു ടീം വർക്കായിട്ട് അല്ലെങ്കിൽ കുറേ ആളുകൾ കൂടി ചേർന്ന് ഒരു പ്രോബ്ലം സോൾവ് ചെയ്യുന്നതിനാണ് അല്ലെങ്കിൽ ഒരു ഡിസിഷൻ എടുക്കുന്നതിനെയാണ് ഗ്രൂപ്പ് ഡിസിഷൻ മേക്കിംഗ് എന്ന് പറയുന്നത്. It is a collective problem solving process. It implies that a group of individuals collaborate to analyze a specific issue and examine multiple alternative way to സോൾവ് ഇറ്റ്. എല്ലാവരും കൂടി ചേർന്ന് ഒരു പ്രോബ്ലത്തിനെ അനലൈസ് ചെയ്യുക, എന്നിട്ട് പലതരത്തിലുള്ള പല അഭിപ്രായങ്ങൾ വരുമ്പോൾ പലതരത്തിലുള്ള ഓൾട്ടർനേറ്റീവ് സൊല്യൂഷൻസ് ഉണ്ടാവും. അതെല്ലാം കൂടി കണക്കിലെടുത്ത് ഒരു നല്ല സൊല്യൂഷൻ എത്തിച്ചേരുക. ഇതിൻ്റെ ഫാക്ടേഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ദ നേച്ചർ ആൻഡ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ദ ഗ്രൂപ്പ്, ആ ഗ്രൂപ്പിൻ്റെ നേച്ചറും അതിൻ്റെ സ്വഭാവം അനുസരിച്ചിട്ട്. ദ ഒബ്ജക്റ്റീവ് ഫോർ വിച്ച് ദ ഗ്രൂപ്പ് ഈസ് ഫങ്ഷനിങ്, ഏത് ഒബ്ജക്റ്റീവിന് വേണ്ടിയിട്ടാണോ അല്ലോ എന്താണോ ഒരു ഗ്രൂപ്പിൻ്റെ ലക്ഷ്യം. ദ ഡിസിഷൻ മേക്കിംഗ് കണ്ടെക്സ്റ്റ്, അതായത് അവർ തീരുമാനം എടുക്കുന്ന ഒരു സാഹചര്യങ്ങൾ. ദ യൂസ് ഓഫ് കമ്പ്യൂട്ടർ ബേസ്ഡ് സിസ്റ്റം സച്ച് ആസ് ഇലക്ട്രോണിക് മീറ്റിംഗ് സിസ്റ്റം ആൻഡ് ഗ്രൂപ്പ് ഡിസിഷൻ സപ്പോർട്ട് സിസ്റ്റം. ദ ഡിസിഷൻ മേക്കിംഗ് പ്രോസസ് അഡോപ്റ്റഡ് ബൈ ദ പീപ്പിൾ, അതായത് ആൾക്കാർ പിന്തുടർന്നുകൊണ്ടിരിക്കുന്ന തീരുമാനങ്ങൾ, ആ ഒരു എടുക്കുന്ന രീതി. വേരിയസ് റിസൾട്ട് ഒബ്റ്റെയിൻ ഔട്ട് ഓഫ് ഗ്രൂപ്പ് ഡിസിഷൻ മേക്കിംഗ് പ്രോസസ്സ്, ഈ ഗ്രൂപ്പ് ഡിസിഷൻ മേക്കിംഗ് പ്രോസസ്സിൻ്റെ റിസൾട്ട് അല്ലെങ്കിൽ ആ തീരുമാനത്തിൻ്റെ ഫലങ്ങൾ, ഇതൊക്കെയാണ് ഒരു ഫാക്ടേഴ്സ് ഇതിൻ്റെ. നെക്സ്റ്റ് വൺ മെത്തേഡ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഈച്ച് മെമ്പർ ഓഫ് ദ ഗ്രൂപ്പ് ഗിവ് ഇറ്റ്സ് ഓൺ ഐഡിയ അബൌട്ട് ദ പ്രോബ്ലം, ഒരു പ്രോബ്ലത്തിന് വേണ്ടിയിട്ട് ഓരോ മെമ്പേഴ്സും അവരുടേതായ ഐഡിയാസ് അല്ലെങ്കിൽ അവരുടേതായ ആശയങ്ങൾ കൊടുക്കുന്നു. ദെൻ ദ ഇൻഡിവിജ്വൽ ഐഡിയാസ് ആർ പ്രസൻറ്റഡ് ഇൻ എ ഗ്രൂപ്പ് വിത്തൗട്ട് എനി ഡിസ്കഷൻ. ഓൾ ഇൻഡിവിജ്വൽസ് ഐഡിയാസ് ദസ് ലിസ്റ്റഡ് ബിഫോർ ദ ഗ്രൂപ്പ്, എന്നിട്ട് അവരുടെ അഭിപ്രായങ്ങൾ ലിസ്റ്റ് ഔട്ട് ചെയ്യുക. ഏതൊക്കെയാണോ ഓരോരുത്തരുടെയും അഭിപ്രായങ്ങളായിട്ട് വന്നിരിക്കുന്നത് അതെല്ലാം ലിസ്റ്റ് ഔട്ട് ചെയ്ത് വയ്ക്കുക. ആഫ്റ്റർ ദാറ്റ് ദ മെമ്പേഴ്സ് ഓഫ് ദ ഗ്രൂപ്പ് ഡിസ്കസ് ഈച്ച് ഐഡിയ വൺ ബൈ വൺ, എന്നിട്ട് ഓരോരോ ഐഡിയ ആയിട്ട് ഓരോരുത്തരുടെ ഐഡിയാസായിട്ട് അവർ ഡിസ്കസ് ചെയ്യുക. എന്നിട്ട് അതിനെ അവർ അതിൻ്റെ മെറിറ്റ്സും ഡിമെറിറ്റ്സും ഒക്കെ ഇവാലുവേറ്റ് ചെയ്യുക. Each member of the group rank these ideas, presented all the members in the group. These ranks are combined together to prepare group ranking of this proposal. എന്നിട്ട് ഓരോരുത്തരും ഓരോ അഭിപ്രായങ്ങൾക്ക് ഓരോ വിലയിരുത്തിയിട്ട് അല്ലെങ്കിൽ റാങ്ക് ചെയ്തിട്ട് അതിന് ലാസ്റ്റ് അവർ തീരുമാനം എടുക്കുന്നു. ഓൺ ദ ബേസിസ് ഓഫ് സച്ച് റാങ്ക് ലിസ്റ്റ് സ്യൂട്ടബിൾ ഡിസിഷൻ ഇസ് മെയ്ഡ്, എന്നിട്ട് ഏറ്റവും കൂടുതൽ മെജോറിറ്റി ഏതാണോ അഭിപ്രായം അതനുസരിച്ചിട്ട് ഡിസിഷൻ എടുക്കുക. നെക്സ്റ്റ് വൺ സിഗ്നിഫിക്കൻസ്. ഫസ്റ്റ്, ഗ്രേറ്റർ പാർട്ടിസിപ്പേഷൻ. യൂസിങ് ഗ്രൂപ്പ് ഡിസിഷൻ മേക്കിംഗ് ടെക്നിക്, it proved that meeting can be conducted with participation of large number of executive, അതായത് ഒന്നിൽ കൂടുതൽ ആളുകളുടെ പാർട്ടിസിപ്പേഷനിലാണ്, ലാർജ് നമ്പേഴ്സ് എക്സിക്യൂട്ടീവ്സിൻ്റെ സാന്നിധ്യത്തിലാണ് ഈ ഒരു ഡിസ്കഷൻ എടുക്കുന്നത്. അപ്പോൾ അവരുടെ എഫിഷ്യൻസി അല്ലെങ്കിൽ അവരുടെ പ്രൊഡക്ടിവിറ്റി ഇൻക്രീസ് ആവുന്നു. ഓപ്പൺ ആൻഡ് ഫ്രീ അറ്റ്മോസ്ഫിയർ, അത് ഓരോ മെമ്പേഴ്സിനും അവരുടേതായ അഭിപ്രായങ്ങൾ തുറന്ന് പറയാനുള്ള ഫ്രീഡം അവിടെ ഉണ്ടാവുന്നു. നോ ക്രിറ്റിസിസം, ആരും ആരെയും കുറ്റപ്പെടുത്തുക ഒന്നും അവിടെ ചെയ്യുന്നില്ല. എല്ലാവരുടെ അഭിപ്രായങ്ങൾക്ക് തുല്യ വിലയാണ് അവിടെ കൽപ്പിക്കുന്നത്. പൂളിംഗ് ഓഫ് നോളേജ്. ലാർജ് നമ്പർ ഓഫ് എക്സിക്യൂട്ടീവ് മേ പാർട്ടിസിപ്പേറ്റ് ഇൻ ഡിസിഷൻ മേക്കിംഗ് എക്സസൈസ്. ദ റിസൾട്ട് ഈസ് ദാറ്റ് മോർ ഡാറ്റ ആൻഡ് ഇൻഫർമേഷൻ ഫ്രം ഓൾ പാർട്ടിസിപ്പൻസ് അവൈലബിൾ ടു മേക്ക് അപ്രോപ്രിയറ്റ് ഡിസിഷൻ. അതായത് ഒരുപാട് ആളുകൾ ഉള്ളതുകൊണ്ട് തന്നെ അത്രയും ധാരാളം അവരുടെ ഐഡിയാസും ഇൻഫർമേഷൻസും ഡാറ്റാസൊക്കെ അവർക്ക് കളക്ട് ചെയ്യാൻ സാധിക്കുന്നു. പേഴ്സണൽ ഡെവലപ്മെൻറ്റ്, ഇത് ഓരോ പാർട്ടിസിപ്പൻസിനുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയാണ്. അവർക്ക് പുതിയ പുതിയ ക്രിയേറ്റീവായിട്ട് അവരുടെ അഭിപ്രായങ്ങൾ തുറന്നു പറയാനുള്ള ഒരു വേദിയായിട്ടാണ് ഇത് കാണുന്നത്. അത് അവരുടെ കോൺഫിഡൻസ് വർദ്ധിപ്പിക്കാനും അവരുടെ ഇനി ഭാവിയിൽ അവരുടെ നല്ല തീരുമാനത്തിലേക്ക് എടുക്കാനും ഒക്കെ അവരെ സഹായിക്കുന്നു. ഇൻഫർമേഷൻ ടു നോൺ പാർട്ടിസിപ്പൻസ്. ഇൻഫർമേഷൻ ജനറേറ്റഡ് ഡ്യൂറിങ് ഗ്രൂപ്പ് ഡിസ്കഷൻ മേക്കിംഗ് മീറ്റിംഗ് ഇൻ സ്റ്റോർഡ് ഇൻ കമ്പ്യൂട്ടേഴ്സ്. Specific tool that have been now developed to facilitate this accept data non-participant after the meeting. അതായത് ഇപ്പോൾ ഡിസ്കഷനെല്ലാം അവർ കമ്പ്യൂട്ടറിൽ ഫീഡ് ചെയ്തുകൊണ്ട് നോൺ പാർട്ടിസിപ്പൻ്റ് അല്ലെങ്കിൽ പങ്കെടുക്കാത്തവർക്ക് കൂടി അതിനെക്കുറിച്ചുള്ള അറിവ് ലഭിക്കുന്നു. ബാലൻസ് ഡിസിഷൻ. ഗ്രൂപ്പ് മെമ്പേഴ്സ് അസർട്ടൈൻ മൾട്ടിപ്പിൾ കോൺസിക്വൻസ് ആൻഡ് റിസ്ക് അസോസിയേറ്റഡ് വിത്ത് ദ ഐഡിയ. ഹെൻസ് റിസൾട്ട് ഈസ് ബാലൻസ് ഡിസിഷൻ മേക്കിംഗ്. നെക്സ്റ്റ്, ഗ്രൂപ്പ് ഡിസിഷൻ മേക്കിംഗ് സ്ട്രാറ്റജി. ഇതിൻ്റെ സ്ട്രാറ്റജീസ് എന്തൊക്കെയാണ്? ബ്രെയിൻ സ്റ്റോമിംഗ്. ബ്രെയിൻ സ്റ്റോമിംഗ് ഈസ് വൈഡ്ലി യൂസ് ടെക്നിക് ടു സ്റ്റിമുലേറ്റ് idea generation in decision making. It can be defined as a conference technique by which a group attempt to find a solution for the specific problem by amassing the ideas spontaneously contributed by its members. Simple words it allow the brainstorming the problem. അതായത് ഒരു ഗ്രൂപ്പായിട്ടുള്ള ഡിസ്കഷൻ ആകുമ്പോൾ അവരുടെ ഐഡിയാസ് അല്ലെങ്കിൽ സ്പോണ്ടേനിയസ് ആയിട്ടുള്ള എല്ലാ ഗ്രൂപ്പ് മെമ്പേഴ്സിൻ്റെ ഐഡിയാസ് ഇതിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ സാധിക്കുന്നു.
Nominal group technique. Nominal group technique is a structured group meeting which restricts verbal communication among members during the decision making process. അത് ഓരോ ആളുകൾ അവരവരുടെ ഒപ്പീനിയൻസ് അല്ലെങ്കിൽ അഭിപ്രായങ്ങൾ എഴുതി കൊടുക്കുന്നതിലൂടെ അവർക്ക് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് അവരുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താൻ സാധിക്കുന്നു. ആഫ്റ്റർ കളക്ടിങ് ദ റിട്ടേൺ ഐഡിയ ഫ്രം ഓൾ മെമ്പേഴ്സ് ഇറ്റ് ഈസ് പ്ലേസ് ടു ഓപ്പൺ ഡിസ്കഷൻ ആൻഡ് ഇവാലുവേഷൻ. അതിനുശേഷം അവർ എല്ലാവരുടെ അഭിപ്രായങ്ങളും ശേഖരിച്ചതിന് ശേഷം അവരത് ഡിസ്കസ് ചെയ്യുന്നു, അതിനെക്കുറിച്ച് ഇവാലുവേറ്റ് ചെയ്യുന്നു, എന്നതിന് ശേഷം ഒരു ഡിസിഷനിലേക്ക് എത്തിച്ചേരുന്നു. ഇനി ഡെൽഫി മെത്തേഡ്. Under this technique, there will not be any formal meeting of participants. Instead, participants of decision making are asked to fill up the questionnaire and they send it through post. അത് ഫോർമൽ ആയിട്ടുള്ള ഒരു മീറ്റിങ്ങിന് പകരം അവരുടെ അടുത്തൊരു ക്വസ്റ്റ്യനെയർ കൊടുക്കും, അത് അവരുടെ അഭിപ്രായങ്ങൾ അവർ രേഖപ്പെടുത്തുക, എന്നിട്ട് അത് പോസ്റ്റലായിട്ട് സെൻഡ് ചെയ്യുക. മൾട്ടി വോട്ടിംഗ്. ദിസ് മെത്തേഡ് ഈസ് മച്ച് സിമ്പിൾ ദാൻ ദ അതർ ടെക്നിക്. ഡിസിഷൻ മസ്റ്റ് ബി മെയ്ഡ് ഇൻ ഇൻവോൾവ് യെസ് ഓർ നോ. അതായത് നമ്മളിപ്പോൾ പോളൊക്കെ രേഖപ്പെടുത്തുന്ന പോലെ യെസ് ഓർ നോ മെത്തേഡ്. അതായത് അവർ ഒരു അഭിപ്രായത്തിന് തന്നെ ചിലർക്ക് താല്പര്യം ഉണ്ടാവും, ചിലർ അതിനെ ഒപ്പോസ് ചെയ്യും. അപ്പോൾ അവരവരുടെ താല്പര്യങ്ങൾ രേഖപ്പെടുത്താൻ വേണ്ടിയിട്ട്. Consensus building. Consensus building is yet to another technique of group decision making. It is a technique an attempt is made to arrive at the decision by pooling the ideas together generated by several task subgroups. Next ഇതിൻ്റെ ലിമിറ്റേഷൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. First one, time consuming. Group decision making is a time consumer affair. Each participant will make their comments, suggestions on the issue. As a result, many options may arise and it could be long hours to reach the കൺസെപ്റ്റ്സ് ഓഫ് ദ ഇഷ്യൂ. അതായത് ഒരു ഇഷ്യൂവിന് തീരുമാനമെടുക്കാൻ ധാരാളം സമയമെടുക്കും. അതായത് ഓരോരുത്തരുടെ അഭിപ്രായങ്ങൾ കണക്കിലെടുത്തിട്ടും അത് വിലയിരുത്തിയിട്ടും അതിൽ കൂടുതൽ ആർക്കാണോ കൂടുതൽ മെജോറിറ്റി അതൊക്കെ അങ്ങനെയൊക്കെ തീരുമാനം എടുക്കുമ്പോൾ ധാരാളം സമയമെടുക്കും. ദെൻ കോസ്റ്റ്ലി. Group discussion making is not only slow but also costly. Detailed arrangement is required to conduct the meeting. ഡീറ്റെയിൽ ആയിട്ടുള്ള അറേഞ്ച്മെൻറ്റ് അല്ലെങ്കിൽ ധാരാളം അറേഞ്ച് ചെയ്യാനായിട്ട് ധാരാളം ചിലവ് വരും. Individual domination. It is generally seen that certain individuals are more dominant in group meeting. The options and suggestions given by such individual, whether such decisions are good or bad, are honored by others. അതായത് ഇൻഡിവിജ്വൽ ഡോമിനേഷൻ. ചില ആളുകൾക്ക് ഒരു ഡോമിനേഷൻ ഉണ്ടാവും, അല്ലെങ്കിൽ മാനേജേഴ്സ് ആണെങ്കിലും ടോപ്പ് ലെവലാണെങ്കിലും അവർ പറയുന്നത് ശരിയോ തെറ്റോ ആയാലും ചിലപ്പോൾ തെറ്റാണെന്ന് മറ്റുള്ളവർക്ക് പറയാനായിട്ടുള്ളൊരു മടിയുണ്ടാവും. No responsibility. There will be strong commitment on the part of all members if the group decision meeting is turned out to be success. On the other hand, if the decision is failure, nobody take the responsibility. അതായത് ഒരു ഡിസിഷൻ നല്ല രീതിയിൽ വരികയാണെങ്കിൽ അതിന് റെസ്പോൺസിബിളായിട്ട് എല്ലാവരും ഏറ്റെടുക്കും. എന്നാൽ അത് തെറ്റായ രീതിയിലാണ്, ആ ഫെയിലിയർ ആണ് ഡിസിഷൻ എങ്കിൽ ആരും അത് ഏറ്റെടുക്കാൻ തയ്യാറാവില്ല.